നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി കാരുണ്യ കേരളം എന്ന മുദ്രാവാക്യവുമായി ആൽഫയുടെയും സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെയും നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയും നടത്തിയ വാക്കത്തോൺ തിരുവല്ലയിൽ ആവേശമായി. തിരുവല്ല സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനു ഉമ്മൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിക്കുകയും ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. ആൽഫ തിരുവല്ല സെന്റർ സെക്രട്ടറി KS പ്രകാശ് സ്വാഗതം പറഞ്ഞു. വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നുമുള്ള 600ഓളം കുട്ടികൾ പങ്കെടുത്ത വാക്കത്തോൺ നഗരം ചുറ്റി സെന്റ് മേരീസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചതോടെ സമാപന സമ്മേളനം ആരംഭിച്ചു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മുൻ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ പ്രൊഫസർ PJ കുര്യൻ നിർവഹിച്ചു. വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ ആമുഖ പ്രഭാഷണവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അലി ദിനാചരണ സന്ദേശവും നൽകി. ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗം ചന്ദ്രമോഹൻ നായർ, സെന്റ് മേരീസ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മനു ഉമ്മൻ, ആൽഫ തിരുവല്ല എക്സിക്യൂട്ടീവ് മെമ്പർ എബി വർക്കി, തലവടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സൂരജ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുട്ടനാട് സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് ബെറ്റി സുനിൽ സ്വാഗതവും സെക്രട്ടറി KG കൊച്ചുമോൻ നന്ദിയും പറഞ്ഞു. അടുത്ത വാക്കത്തോൺ ഏറ്റുമാനൂരിൽ നാളെ നടക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.